ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഓം ശ്രീ മഹാസരസ്വതിയേ നമ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്കിന്ന് 17ാം ദശകത്തിലെ 6ാം ശ്ലോകം നോക്കാം. താതേ വിഷണ്ണ ഹൃദയേ നഗരിം ഗതേന. അപ്പോൾ ധ്രുവൻ അങ്ങനെ നഗരം വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ആ പിതാവ് വളരെ വിഷണ്ണനായിരുന്നു. നഗരത്തിലെത്തിച്ചേർന്ന നാരദ മഹർഷി അദ്ദേഹത്തെ സാന്ത്വന വാക്കുകളാൽ മനസമാധാനമുള്ളവനാക്കി തീർത്തു. ഇതൊക്കെയാണ് 5ാം ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് 6ാം ശ്ലോകത്തിൽ നോക്കാം. താവത്തപോബല നിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർദ്ധിതസ്ത്വമുദയത് കരുണാർദ്രചേതാഃ ത്വദ്രൂപചിദ്രസനിലീനമതേ പുരസ്താദ് ആവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢഃ. താവത്തപോബല നിരുച്ഛ്വസിതേ ദിഗന്തെ ദേവാർദ്ധിതസ്ത്വമുദയത് കരുണാർദ്രചേതാഃ ത്വദ്രൂപചിദ്രസനിലീനമതേ പുരസ്താദ് ആവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢഃ. താവത് ദിഗന്തെ തപോബല നിരുച്ഛ്വസിതേ ദേവാർദ്ധിതഃ വിഭോ ത്വം ഉദയത് കരുണാർദ്രചേതാഃ ത്വദ്രൂപ ഛിദ്രസനിലീനമതേഃ പുരസ്താദ് ഗരുഡാധിരൂഢഃ ആവിർബഭൂവ. തപോബല നിരുച്ഛ്വസിതേ ദിഗന്ധേ, ആ കഠോര തപസ്സിനെ അങ്ങനെ വർദ്ധിപ്പിച്ചു വരവേ എന്ന് പറഞ്ഞാൽ 5 വയസ്സുള്ള കുഞ്ഞാണ് ആ ധ്രുവകുമാരൻ. തൻ്റെ ശ്വാസം പിടിച്ചു നിർത്തിയാണ് തപസ് ചെയ്യുന്നത്. അങ്ങനെ ക്രമേണ ആ തപസ്സിനെ, കഠോര തപസ്സിനെ അങ്ങനെ വർദ്ധിപ്പിച്ച് കൊണ്ടുവന്നു. സ്വയം ശ്വാസം നിരോധിച്ചതുകൊണ്ട് തന്നെ ആ ദിക്ക് മുഴുവനും സമസ്ത പ്രാണികൾക്കും ശ്വാസം മുട്ടി. അതാണ് ദിഗന്ധേ, നിരുച്ഛ്വസിതേ ദിഗന്ധേ. അങ്ങനെ ദേവാർദ്ധിതസ്ത്വമുദയത് കരുണാർദ്രചേതാഃ, ദേവന്മാരർത്ഥിച്ചു. അതായത് അർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥിക്കുകയാണ്. ആ ദേവന്മാരെല്ലാം ഇങ്ങനെ ദിക്കുകളെല്ലാം ശ്വാസം മുട്ടി ആർക്കും ശ്വാസം വിടാൻ കഴിയാതെ വന്നപ്പോൾ ദേവന്മാർ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം കരുണയുള്ളവനായിട്ട് കരളലിഞ്ഞ് ഭഗവാൻ ത്വദ്രൂപചിദ്രസനിലീന അതേ പുരസ്താദ്, ആ ത്വദ്രൂപം, അവിടുത്തെ ആ രൂപമാകുന്ന പരമാനന്ദ രസത്തിൽ വിലീനനായിട്ട് അങ്ങനെ അങ്ങയുടെ ആ പരമാനന്ദ സ്വരൂപത്തിൽ അങ്ങനെ രസിച്ച് ആ ധ്രുവൻ്റെ മുമ്പിൽ, ആ ധ്രുവൻ്റെ മനസ്സിൽ ആ ഒരു രൂപം മാത്രമേ ഉള്ളൂ, ഭഗവാന്റെ രൂപം മാത്രം. ആ രൂപത്തിൽ അങ്ങനെ ലയിച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഭഗവാൻ എന്ത് ചെയ്തു? ആവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢഃ, ആ ഗരുഡൻ്റെ പുറത്ത് കയറി അങ്ങനെ ഭഗവാൻ വന്ന് പ്രത്യക്ഷനായി. ഇത്രയുമാണ് 6ാം ശ്ലോകം. ഇനി നമുക്ക് 7ാം ശ്ലോകം നോക്കാം. അതിനു മുമ്പ് 6ാം ശ്ലോകം ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. താവത്തപോബല നിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർദ്ധിതസ്ത്വമുദയത് കരുണാർദ്രചേതാഃ ത്വദ്രൂപചിദ്രസനിലീനമതേ പുരസ്താദ് ആവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢഃ. ഇനി 7ാം ശ്ലോകം നോക്കാം. ത്വദ്ദർശനപ്രമദഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസിദരേണ തഥാദരേണ ത്വദ്ദർശനപ്രമദഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസിദരേണ തഥാദരേണ. ത്വദ്ദർശന പ്രമദഭാരതരംഗിതം തേ രൂപരസായനേ ദൃഗ്ഭ്യാം നിമഗ്നം ഇവ തം തുഷ്ടൂഷമാണം അവഗമ്യ കപോലദേശേ ദരേണ തഥാ ആദരേണ സംസ്പൃഷ്ടവാൻ അസി. ത്വദ്ദർശന പ്രമദഭാരതരംഗിതം,
അങ്ങയെ ത്വദ്ദർശനം അങ്ങയെ കണ്ടതുകൊണ്ട്, ആ കണ്ടതുകൊണ്ടുണ്ടായ ആ പ്രമദഭാര തരംഗിതം, പ്രമദം ആ സന്തോഷം ഉള്ളിൽ കിടന്ന് അങ്ങനെ തരംഗിതം, ആ തരംഗങ്ങൾ പോലെ, കല്ലോലം പോലെ, തിരമാലകൾ പോലെ ഉള്ളിൽ കിടന്നിങ്ങനെ ഓളം വെട്ടിക്കൊണ്ടിരുന്നു. ആ സന്തോഷത്തിരത്തള്ളലിൽ തേ രൂപരസായനെ ദൃഗ്ഭ്യാം, അങ്ങയുടെ രൂപമാകുന്ന ആ ഭഗവാൻ മുമ്പിൽ ഗരുഡൻ്റെ മുകളിൽ കയറി വന്ന് നിൽക്കുകയല്ലേ. നോക്ക്, ആ ഗരുഡൻ്റെ മുകളിൽ ആ ശംഖചക്ര ഗദാപത്മങ്ങളൊക്കെ ധരിച്ച് ഭഗവാന്റെ ആ രൂപം മുമ്പിൽ കണ്ടപ്പോൾ ആ അമൃതത്തിൽ കണ്ണുകൊണ്ട് മുങ്ങിപ്പോയി, അങ്ങോട്ട് ആ രസായനത്തിൽ മുങ്ങിപ്പോയി എന്ന് തോന്നും വണ്ണം, ആ നിമഗ്നമിവ, ദൃഗ്ഭ്യാം നിമഗ്നമിവ, ആ ഭഗവാന്റെ ആ രൂപരസായനത്തിൽ മുങ്ങിപ്പോയി. ഭഗവാന്റെ രൂപത്തിൽ വേറൊന്നും ഓർമ്മയില്ല, അവിടെ മുങ്ങിപ്പോയി അങ്ങോട്ട്. തം തുഷ്ടൂഷമാണം, അങ്ങനെ ആ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ സ്തുതിക്കണ്ടേ, വന്ദിക്കണ്ടേ, അതൊന്നും പറ്റുന്നില്ല ധ്രുവകുമാരന്. ആ സന്തോഷത്തിരത്തള്ളലിൽ മുങ്ങിപ്പോയിട്ട് ആ സ്തുതിക്കാൻ മറന്നുപോയി. അവഗമ്യ, തുഷ്ടൂഷമാണം അവഗമ്യ, ആ സ്തുതിക്കാൻ മറന്നുപോയി, സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട്, അവഗമ്യ മനസ്സിലാക്കിയിട്ട്, കപോലദേശേ, കപോലം കവിൾത്തടം, കവിൾത്തടത്തിൽ, കപോലദേശത്തിൽ, ഇപ്പോൾ സംസ്പൃഷ്ടവാനസിധരേണ തഥാധരേണ, അങ്ങനെ ആദരേണ, ശംഖുകൊണ്ട് എന്ത് ചെയ്തു, ധരേണ തഥാ ആദരേണ, കവിൾത്തടത്തിൽ ശംഖുകൊണ്ട് അത്രയും ആദരവോടെ അവിടെ നിന്ന് ഒന്ന് തടവുകയാണ്. സംസ്പൃഷ്ടവാൻ അസി, ഒന്ന് തടവി. അങ്ങനെ ആ ഭഗവാന്റെ രൂപരസായനത്തിൽ മുങ്ങിപ്പോയിട്ട് ആ സന്തോഷത്തിരത്തള്ളലിലാണ്ട് പോയിട്ട് ഒന്നും സംസാരിക്കാനാവാതെ, അതായത് സ്തുതിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കി. ഭഗവാൻ അന്തര്യാമിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ആ ശംഖു കൊണ്ടൊന്ന് കവിൾത്തടത്തിൽ തലോടുകയും ആ സംസാരിക്കാൻ, പിന്നെ ധ്രുവൻ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അതാണ്. ഇനി ഒന്നുകൂടെ വായിക്കാം. ത്വദ്ദർശന പ്രമദഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസിധരേണ തഥാധരേണ. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം 8-ാമത്തെയും 9-ാമത്തെയും ശ്ലോകം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.